വരുന്ന നിയമസഭാ ഇലക്ഷന് തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പി. എത്ര സീറ്റ് നേടും? സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളുമായി ബി.ജെ.പി. ഏകദേശം വളരെ മുന്നിലാണ്. പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഏകദേശം തീരുമാനമായി. സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ പ്രവർത്തനവും ആരംഭിച്ചു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് 49,867 വോട്ടാണ് ബി.ജെ.പിക്ക് നിയമമണ്ഡലത്തിൽ നിന്ന് ആകെ ലഭിച്ചത്. 2021 നിയമസഭാ ഇലക്ഷന് വി ശിവൻകുട്ടിയാണ് നിയമമണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. ഒ രാജഗോപാലായിരുന്നു 2016 നേമത്ത് നിന്നും ജയിച്ചത്, ബി.ജെ.പിയുടെ ആദ്യത്തെ എം.എൽ.എ. എന്നാൽ കഴിഞ്ഞ ഇലക്ഷന് ബി.ജെ.പിക്ക് കേരളത്തിൽ എം.എൽ.എ. ഇല്ലായിരുന്നു. ഒ രാജഗോപാൽ ജയിച്ച ആ മണ്ഡലത്തിൽ CPM ആണ് ജയിച്ചു കയറിയത്. കഴിഞ്ഞ തവണ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നത് കുമ്മനം രാജശേഖരനാണ്. 51,888 വോട്ടും 31.44% വോട്ടുമാണ് കുമ്മനം രാജശേഖരന് കഴിഞ്ഞ തവണ 2021 നിയമമണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനായിരുന്നു. 36,524 വോട്ട്. വോട്ടിംഗ് ശതമാനം 25.01 SIR കണക്ക് പ്രകാരം വോട്ടേഴ്സിന്റെ എണ്ണത്തിൽ വൻപിച്ച കുറവുണ്ട് നിയമമണ്ഡലത്തിൽ. കഴിഞ്ഞ തവണ 2,05,113 വോട്ടുണ്ടായിരുന്നത് SIR കണക്ക് പ്രകാരം ഇപ്പോൾ 1,69,371 വോട്ടാണ് നിയമമണ്ഡലത്തിലുള്ളത്. SIR പ്രകാരം 35,741 വോട്ടുകളുടെ കുറവ് നിയമമണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ 2,05,000-ലധികം വോട്ടർമാരുണ്ടായിരുന്നു. എന്നാൽ ആകെ പോൾ ചെയ്തത് 1,45,000-ഓളം വോട്ടുകൾ മാത്രമാണ്. 75.58% പോളിംഗ് നിലവാരം. കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 3,949 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ശിവൻകുട്ടി നേമത്ത് എം.എൽ.എ. ആയത്. ഇപ്പോൾ അവിടെ മത്സരിക്കാൻ സാധ്യത CPM-ൽ നിന്ന് വി ശിവൻകുട്ടി തന്നെയാണ്. ബി.ജെ.പിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരനാകാൻ സാധ്യത കൂടുതലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടിംഗ് നില അനുസരിച്ച് ബി.ജെ.പി. തീർച്ചയായും നിയമമണ്ഡലം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് അവിടെ മത്സരത്തിനിറങ്ങുന്നത്. അപ്പോൾ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനം നേമത്തിന് തന്നെയാണ്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കാട്ടാക്കടയാണ്. 46,372 വോട്ടുകളാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കാട്ടാക്കട മണ്ഡലത്തിൽ ലഭിച്ചത്. 2024 ലോക്സഭാ ഇലക്ഷന് 1,93,976 വോട്ടുകൾ ഉണ്ടായിരുന്ന കാട്ടാക്കട മണ്ഡലത്തിൽ SIR-ന് ശേഷം അത് 1,75,588 വോട്ടുകളായി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 18,387 വോട്ടുകൾ SIR-ന് ശേഷം കാട്ടാക്കട മണ്ഡലത്തിൽ കുറവുണ്ടായി. IB സതീഷാണ് കഴിഞ്ഞ 2 തവണയായി കാട്ടാക്കട മണ്ഡലത്തിലെ എം.എൽ.എ. ഇത്തവണയും IB സതീഷ് തന്നെയായിരിക്കും CPM സ്ഥാനാർത്ഥി. 66,269 വോട്ടും 23,271 വോട്ടിന്റെ ഭൂരിപക്ഷവുമാണ് കഴിഞ്ഞ തവണ IB സതീഷിന് കാട്ടാക്കട മണ്ഡലത്തിൽ. 2-ാം സ്ഥാനത്ത് മലയൻകീഴ് വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. 43,062 വോട്ടും 29.57% വോട്ടിംഗ് ശതമാനവുമായിരുന്നു മലയൻകീഴ് വേണുഗോപാലിന്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന PK കൃഷ്ണദാസിന് 34,542 വോട്ടും 23.72 വോട്ടിംഗ് ശതമാനവുമായിരുന്നു. ഇത്തവണയും IB സതീഷ് തന്നെയായിരിക്കും CPM സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഒന്നുകിൽ മലയൻകീഴ് വേണുഗോപാലോ MR ബൈജുവോ വരാൻ സാധ്യതയുണ്ട്. PK കൃഷ്ണദാസ് കുറെ കാലം കൊണ്ട് കാട്ടാക്കട മണ്ഡലത്തിൽ തന്നെ പ്രവർത്തന നിരതനാണ്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണ്. മാറിയ സാഹചര്യത്തിൽ ബി.ജെ.പി. PK കൃഷ്ണദാസിന്റെ വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ കാട്ടാക്കടയും ഉൾപ്പെടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലമനുസരിച്ചാണെങ്കിൽ ബി.ജെ.പിക്ക് 40,852 വോട്ട് കിട്ടിയ കഴക്കൂട്ടം ബി.ജെ.പി. എ ക്ലാസ് മണ്ഡലമായി തന്നെ കണക്കാക്കുന്നുണ്ട്. വി മുരളീധരൻ തന്നെയായിരിക്കും കഴക്കൂട്ടത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥി. പ്രവർത്തനം മുൻപേ തുടങ്ങിക്കഴിഞ്ഞു. 60,690 വോട്ടും 46.3% വോട്ടിംഗ് ശതമാനവുമായി
കടകംപള്ളി സുരേന്ദ്രനാണ് കഴക്കൂട്ടത്തെ MLA നിലവിൽ. കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രനായിരുന്നു BJP സ്ഥാനാർത്ഥി. 40,193 വോട്ടുണ്ട് ശോഭാ സുരേന്ദ്രന്. 29.2% വോട്ടിംഗ് ശതമാനവും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നത് ഡോക്ടർ SS ലാലാണ്. 32,995 വോട്ടും 24.1% വോട്ടിംഗ് പെർസെന്റേജുമുണ്ട്. 1,94,043 ആയിരുന്നു 2024 പാർലമെന്റ് ഇലക്ഷനിൽ വോട്ടേഴ്സിന്റെ എണ്ണം. അതിൽ 1,37,657 വോട്ടുകൾ പോൾ ചെയ്തു, 76.32%. എന്നാൽ SIR-ന് ശേഷം ഇപ്പോഴത്തെ വോട്ടേഴ്സ് 1,62,723 ആണ്. 31,320 വോട്ടേഴ്സിന്റെ കുറവുണ്ട്. മാറിയ സാഹചര്യത്തിൽ BJP വിജയം പ്രതീക്ഷിക്കുന്ന മൂന്നാമത്തെ മണ്ഡലം കഴക്കൂട്ടം തന്നെയാണ്. ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. നിലവിലെ MLA-യും അവിടുത്തെ കൗൺസിലറായ ശ്രീലേഖ IPS-ഉം തമ്മിലുള്ള തർക്കം കേരളമാകെ ആഘോഷിച്ചതാണ് മാധ്യമങ്ങൾ. നിലവിൽ MLA VK പ്രശാന്താണ്. 61,111 44.40% വോട്ട്, 21,515 വോട്ടിന്റെ ഭൂരിപക്ഷം. BJP സ്ഥാനാർത്ഥിയായിരുന്ന VV രാജേഷിന് 39,596 ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ വോട്ടിംഗ് നില. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ S നായരായിരുന്നു. 35,455 INC സ്ഥാനാർത്ഥിയായ വീണ S നായർക്ക് ലഭിച്ചത്. ഇത്തവണ ഇടതുപക്ഷത്ത് നിന്ന് VK പ്രശാന്ത് തന്നെ മത്സരിക്കും. BJP സ്ഥാനാർത്ഥിയായി ശ്രീലേഖ IPS എത്തിച്ചേരാനാണ് സാധ്യത. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കകം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കും. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് BJP വളരെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവർ പ്രതീക്ഷിക്കുന്ന നാലാമത്തെ MLA വട്ടിയൂർക്കാവിൽ നിന്നായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ BJP പ്രതീക്ഷിക്കുന്ന അഞ്ചാമത്തെ MLA തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷന് 35,821 വോട്ടുകളുണ്ട് BJPക്ക്. 2024 ലോക്സഭാ ഇലക്ഷന് 2,02,503 വോട്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. അതിൽ 1,28,236 പേർ വോട്ട് ചെയ്തു. പുതിയ കണക്കനുസരിച്ച് 1,57,453 വോട്ടർമാരുടെ എണ്ണം. 40,550 പേരുടെ കുറവുണ്ട് SIR അനുസരിച്ച്. ആന്റണി രാജുവാണ് നിലവിലെ തിരുവനന്തപുരം MLA. 48,748 വോട്ടും 7,089 വോട്ടിന്റെ ഭൂരിപക്ഷവുമുണ്ട്. ആന്റണി രാജുവിന് ഇത്തവണ കോടതി വിധിയെ തുടർന്ന് മത്സരിക്കാൻ കഴിയില്ല. കോൺഗ്രസിലെ VS ശിവകുമാറിനാണ് രണ്ടാം സ്ഥാനം. 41,659 വോട്ട്. 34,996 വോട്ടുകളുമായി BJP-യിലെ G കൃഷ്ണകുമാർ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ നടൻ കൃഷ്ണകുമാർ തന്നെ മത്സരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. മാറിയ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് BJP വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് BJP പ്രതീക്ഷിക്കുന്നത് 5 സീറ്റുകളാണ്. കേരളത്തിൽ ആകെ 10 സീറ്റുകൾ നേടുമെങ്കിൽ അതിൽ 5ഉം തിരുവനന്തപുരത്ത് നിന്നായിരിക്കും എന്ന് BJP വിശ്വസിക്കുന്നു. നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.